നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇന്ന് പോർച്ചുഗൽ ഹംഗറിയെ നേരിടുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 12:15 കളി. ആ കളിക്ക് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസിനോട് ഒരു ചോദ്യം വന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇതുവരെ വേൾഡ് കപ്പ് നേടാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഈ ടീമിന് കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുമോ, ഡ്രസ്സിംഗ് റൂമിൽ കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞ മറുപടി നോക്കുക. ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ടീമിലേക്ക് കൊണ്ടുവരുന്ന എനർജി എന്താണ് എന്നുള്ളതൊക്കെ ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇത് ഫ്യൂച്ചർ ആസ്പെക്ട്സ് ഒന്നുമല്ല, അത് ഡെയിലി ലൈഫിൻ്റെ ഭാഗമാണ്. ക്രിസ്ത്യാനോ വളരെ ഹംഗ്രിയാണ്. ഏറ്റവും ബെസ്റ്റായിട്ട് കളിക്കാൻ അദ്ദേഹം സ്റ്റിൽ ഹങ്കറാണ്. അതിനർത്ഥം അദ്ദേഹം ദേശീയ ടീമിൻ്റെ ജേഴ്സി അണിയുന്നത് ടീമിനൊരു മോട്ടിവേഷൻ തന്നെയാണ്. അതൊരു മെസ്സേജാണ്. ഡ്രസ്സിംഗ് റൂമിൽ ക്യാപ്റ്റൻ്റെ ഒരു മെസ്സേജായിട്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ എടുക്കേണ്ടത്. ഞങ്ങളെ ഒരുപാട് ക്രിസ്ത്യാനോ റൊണാൾഡോ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുകയാണ് എന്ത് തരത്തിലുള്ള എനർജിയാണ് അദ്ദേഹം ടീമിലേക്ക് കൊണ്ടുവരുന്നതെന്ന്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും ഡേ ബൈ ഡേ അദ്ദേഹം ഒരു യങ് പ്ലെയറെ പോലെയാണ് ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ബിഗിനിങ്ങിന് എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെയാണ് അദ്ദേഹം സ്വയം ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ടീമിന് വേണ്ടി കളിക്കുന്നത്. ഫീൽസ് റിഫ്രഷ്ഡ് എവറി ഡേ. അതാണ് CR7 കൊണ്ടുവരുന്ന ഒരു എനർജി. പിന്നെ വേൾഡ് കപ്പിൻ്റെ കാര്യം ചോദിച്ചാൽ അദ്ദേഹം എല്ലാം സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തിന് ലോങ് ടേം ഗോൾസ് ഒന്നുമില്ല. അദ്ദേഹം ഒരു വിന്നറാണ്. അദ്ദേഹത്തിന് എല്ലാ ദിവസവും വിജയിയായി മാറണം, അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. സോ അദ്ദേഹത്തിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് പ്രസന്റിലാണ് എന്നുകൂടി ഇപ്പോൾ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറയുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.